ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അനാലിസിസിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലോട്ട് ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു സാമ്പിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ആ സാമ്പിളിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, ആ കമ്പോണൻസ് എല്ലാം എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനാലിസിസ് എന്ന് വിളിക്കും. അപ്പം ഈ അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഡിഫറെൻറ്റ് രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നെയ് പോലെ തന്നെ ക്വാളിറ്റി എന്താ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? അതിൽ ഏതൊക്കെ കമ്പോണൻസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്നാണ് അല്ലേ? അപ്പം അതിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി, എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ഓരോ കമ്പോണൻസ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കിവിടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അൺനോൺ സോൾട്ട് സൊല്യൂഷനിലോട്ട് നമ്മളൊരു ഏതെങ്കിലും ഒരു റിയേജൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്തെങ്കിലും ഒരു കളർ ചേഞ്ചോ ഒരു പ്രസിപ്പിറ്റേറ്റോ ഒക്കെ ഫോം ചെയ്യും അല്ലേ? അങ്ങനെ ആ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് നമുക്ക് അതിനകത്ത് ഏതൊക്കെ കാറ്റയോൺ അല്ലെങ്കിൽ ആനിയോൺ ഉണ്ട് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NaOH എന്ന് പറയുന്ന റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സോൾട്ട് സൊല്യൂഷൻസിനകത്തുള്ള കാറ്റയോൺസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് സിമ്പിളായിട്ട് പഠിക്കും. സോ വെൽക്കം ടു ഹൈഡ്രജൻ അക്കാഡമി. നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്കൊരു അൺനോൺ സോൾട്ട് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ആ അൺനോൺ സോൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? അൺനോൺ സോൾട്ടിനെ നമ്മൾ ഇനിഷ്യലി വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കണം. അങ്ങനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് റിയേജൻ്റ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ റിയേജൻറ്റിന് ആ അക്വസ് സോൾട്ട് സൊല്യൂഷനിലോട്ട്, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സോൾട്ട് സൊല്യൂഷനിലോട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു കളർ ചേഞ്ച് സംഭവിക്കും അല്ലേ? അല്ലെങ്കിൽ അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റിൽ നിന്നും നമുക്ക് അതിനകത്ത് ഏത് കാറ്റയോൺ ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്നത്. നമുക്ക് NaOH എന്ന് പറയുന്ന റിയേജൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ഒബ്സർവേഷൻസ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റയോൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാറ്റയോൺസിൻ്റെ സോൾട്ട് സൊല്യൂഷനിലോട്ട് NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാൽഷ്യം 2+ അയോൺ എടുക്കാം, Ca2+ അയോൺ. അപ്പം ഈ കാൽഷ്യം 2+ അയോണിൻ്റെ സോലിബിൾ സോൾട്ട് മീൻസ് വാട്ടർ സോലിബിൾ സോൾട്ടുകൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ NaOHനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസോലിബിൾ സോളിഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള അയോൺസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണ്. ആ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് വാട്ടറിൽ സോലിബിൾ അല്ല, അല്ലെങ്കിൽ ആ സൊല്യൂഷനിൽ സോലിബിൾ ആവാതെ കിടക്കുകയാണ്, സോളിഡ് ഫോമിൽ കിടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം അവിടെ ഈ NaOH കാൽഷ്യത്തിൻ്റെ സോലിബിൾ സോൾട്സിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, പിന്നീട് നമ്മൾ ഈ NaOHനെ അതിനകത്തോട്ട് എക്സസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? കുറച്ച് പ്രസിപ്പിറ്റേറ്റ് മാത്രം എന്ത് ചെയ്യും? അത് എക്സസ് NaOHൽ സോലിബിൾ ആയിട്ട് പോകും. മീൻസ് സ്പാരിംഗ്ലി സോലിബിൾ. കംപ്ലീറ്റ് ആയിട്ടും അത് എന്ത് ചെയ്യത്തില്ല? ആ പ്രസിപ്പിറ്റേറ്റ് സോലിബിൾ ആകത്തില്ല, കുറച്ച് പ്രസിപ്പിറ്റേറ്റ് മാത്രം സോലിബിൾ ആയിട്ട് പോകും. അതാണ് സ്പാരിംഗ്ലി സോലിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കാം Fe2+, ഫെറസ് സോൾട്ടുകൾ. അപ്പോൾ ഫെറസിൻ്റെ സോൾട്ടുകൾ എന്ന് പറയുമ്പോൾ ഫെറസിൻ്റെ സോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകളിനകത്തോട്ട് നമ്മൾ NaOHനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുക. ഈ ഫെറസ് സോൾട്ട് എന്ന് പറയുമ്പം Fe2+ന് ഏത് കളറാണുള്ളത്? Fe2+ൻ്റെ സോൾട്ടിന് മോസ്റ്റ്ലി പെയിൽ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും ഉള്ളത് അല്ലേ? അപ്പം ഈ പെയിൽ ഗ്രീൻ കളേർഡ് Fe2+ സോൾട്സിലോട്ട് നമ്മൾ NaOH സൊല്യൂഷന് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡേർട്ടി ഗ്രീൻ കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സസ് ആയിട്ട് അതിനകത്തോട്ട് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ പ്രസിപ്പിറ്റേറ്റ് ഇൻസോലിബിൾ ആയിരിക്കും, അവിടെ ഒരു ചേഞ്ച് സംഭവിക്കത്തില്ല, പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി അടുത്തത് Fe3+ സോൾട്ട്. Fe3+ന് നമ്മൾ എന്ത് കളറായിരുന്നു പറഞ്ഞത്? Fe3+ എന്ന് പറയുന്നത് യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. യെല്ലോയിഷ് ബ്രൗൺ കളറാണ് Fe3+ എന്ന് പറയുന്ന
കാറ്റയോണുള്ളത്. അപ്പോൾ അതിൻ്റെ സോൾട്ടുകൾ മോസ്റ്റ്ലി യെല്ലോയിഷ് ബ്രൗൺ കളർ സോൾട്ടുകളായിരിക്കും. അപ്പം അത് NaOH അതിനകത്തോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, അവിടെ ഒരു റെഡിഷ് ബ്രൗൺ കളർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് Fe3+നകത്തോട്ട് NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ റെഡിഷ് ബ്രൗൺ കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും, ഒന്നും പറ്റത്തില്ല, ഇൻസോലിബിൾ ആയിരിക്കും ആ പ്രസിപ്പിറ്റേറ്റ്, അത് കണക്ക് തന്നെ നിൽക്കും. ഓക്കെ, ഇനി അടുത്തതാണ് Cu2+ സോൾട്ടുകൾ എടുക്കുക. Cu2+ൻ്റെ വാട്ടർ സോലിബിൾ സോൾട്ട് എടുക്കുക. Cu2+ എന്ന് പറയുന്ന കാറ്റയോൺ എന്ത് കളറാണ്, ബ്ലൂ കളറാണ്. അപ്പോൾ മോസ്റ്റ്ലി Cu2+ൻ്റെ സോൾട്ടുകളും എന്തായിരിക്കും, ബ്ലൂ കളറായിരിക്കും അല്ലേ. അപ്പം ഇതിനകത്തോട്ട് NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പെയിൽ ബ്ലൂ കളർ, ഒരു ലൈറ്റ് ബ്ലൂ കളർ എന്ത് കിട്ടും, പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി നമ്മൾ NaOH അതിനകത്തോട്ട് എക്സസ് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും സംഭവിക്കത്തില്ല. ആ പ്രസിപ്പിറ്റേറ്റ് എന്തായിരിക്കും, ഇൻസോലിബിൾ ആയിരിക്കും, പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് സിങ്കിൻ്റെ സോലിബിൾ സോൾട്ടുകൾ എടുത്തിട്ട് അതിനകത്തോട്ട് NaOH നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ജെലാറ്റിനസ് മീൻസ് ജെല്ല് പോലത്തെ ഉള്ളൊരു പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്, ജെൽ ലൈക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇനി നമ്മൾ അതിനകത്തോട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, ഈ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് NaOHൽ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്തിട്ട് പോകും. ഓക്കെ, സോലിബിൾ ആവും. അപ്പം Zn2+ൻ്റെ സോലിബിൾ സോൾട്ടുകളാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുമ്പോൾ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിലോട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, ആ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആ എക്സസ് NaOHൽ എന്ത് ചെയ്യും, സോലിബിൾ ആയിപ്പോവും. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ Pb2+, ലെഡ് കാറ്റയോൺസ് വരുന്ന സോല്യൂബിൾ സോൾട്ടുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നമുക്കൊരു ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ചോക്കി വൈറ്റ്, അതായത് ഒരു അഴുക്ക വെള്ള കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനകത്തോട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എക്സസ് NaOHൽ സോലിബിൾ ആയിട്ട് പോകും. ഇതിനകത്ത് Zn2+ൻ്റെ സോലിബിൾ സോൾട്ടും Pb2+ൻ്റെ സോലിബിൾ സോൾട്ടുമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പ്രസിപ്പിറ്റേറ്റുകളായിരിക്കും എക്സസ് NaOHൽ സോലിബിൾ ആവുന്നത്. ബാക്കിയെല്ലാം എന്തായിരിക്കും, Fe2+, Fe3+, Cu2+. ഇത് ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റുകളെല്ലാം എക്സസ് NaOHൽ ഇൻസോലിബിൾ ആയിരിക്കും. Ca2+ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോലിബിൾ അല്ല, സ്ലൈറ്റ്ലി മാത്രം സ്പാരിംഗ്ലി സോലിബിൾ ആണ് എന്തെന്ന് പറയുന്നത്, Ca2+ കാറ്റയോൺ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ കാറ്റയോൺസും വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് കാൽഷ്യം അയോൺസ് എടുക്കാം. കാൽഷ്യം അയോണിൻ്റെ ഒരു സോലിബിൾ സോൾട്ട് എടുക്കാം. നമ്മൾ സോലിബിൾ സോൾട്ടുകളും ഇൻസോലിബിൾ സോൾട്ടുകളും മുമ്പ് പറഞ്ഞിരുന്നു. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഓൾ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് ആർ സോലിബിൾ, ഓൾ ക്ലോറൈഡ്സ് ബ്രോമൈഡ്സ് അയഡൈഡ് സോലിബിൾ, ഓൾ സൾഫേറ്റ് സോലിബിൾ അല്ലേ. ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസും പറഞ്ഞിരുന്നു. ഇതിനകത്ത് കാൽഷ്യത്തിൻ്റെ സൾഫേറ്റ് എന്താണ്, ഇൻസോലിബിൾ ആണ്. ബാക്കിയുള്ള ക്ലോറൈഡ്സ് ബ്രോമൈഡ്സ് അയഡൈഡ്സ് നൈട്രൈറ്റ്സ് എല്ലാം സോലിബിൾ ആണ്. സോ നമുക്കിവിടെ കാൽഷ്യത്തിൻ്റെ കാൽഷ്യം നൈട്രേറ്റ് എടുക്കാം നമുക്ക്. അപ്പം കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുമ്പം എന്താണ്, CaNO3 ട്വൈസ്. ഓക്കെ, ഈ കാൽഷ്യം നൈട്രേറ്റ് എടുത്തിട്ട് നമുക്കതിനകത്തോട്ട് അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷനെ എടുത്തു. അതിനകത്തോട്ട് നമ്മൾ NaOH ആഡ് ചെയ്തു, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും പ്രോഡക്ട്സ് കിട്ടുന്നത്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് പ്ലസ് NaNO3 ആയിരിക്കും നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, CaNO3 ട്വൈസ് പ്ലസ് 2NaOH ഗീവ്സ് CaOH ട്വൈസ് പ്ലസ് 2NaNO3 എന്നായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇതിനകത്ത് ഇവിടെ ഫോം ചെയ്ത ഈ കാൽഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ഇതായിരിക്കും നമുക്ക് എന്തായിട്ട് കിടക്കുന്നത്, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഈ കിടക്കുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെതാണ് നമുക്ക് കിട്ടുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. സിമിലറായിട്ട് നമുക്ക് കാൽഷ്യത്തിൻ്റെ വേറൊരു സോൾട്ട് എടുക്കാം, കാൽഷ്യം ക്ലോറൈഡ് CaCl2. ഇതേ കണക്ക് തന്നെ നമുക്ക് NaOH അതിൻ്റെ സൊല്യൂഷനകത്തോട്ട് NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് പ്ലസ് NaCl കിട്ടും. ഓക്കെ, CaCl2 പ്ലസ് 2NaOH ഗീവ് CaOH ട്വൈസ് പ്ലസ് 2NaCl. ഇവിടെ എന്താണ്, ഈ CaOH ട്വൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഹൈഡ്രോക്സൈഡ്സിൻ്റെതാണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്
കിട്ടുന്നത്. ഓക്കെ, ആണ് കാൽഷ്യത്തിൻ്റെ സോലിബിൾ സോൾട്ടുകളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് വിത്ത് NaOH. ഇനി നമുക്ക് Fe2+ വെച്ചിട്ടുള്ള ഒരു സോൾട്ട് എടുക്കാം, ഫെറസ് സോൾട്ടുകൾ. ഓക്കെ, ഫെറസ് സോൾട്ട് എന്ന് പറയുമ്പം ഇത് എങ്ങനെയായിരിക്കും? ഫെറസിൻ്റെ നൈട്രേറ്റ് അല്ലെ, നൈട്രേറ്റ്സ് സോലിബിൾ ആയിരിക്കും, ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയഡൈഡ്സ്, സൾഫേറ്റ്സ് എല്ലാം സോലിബിൾ ആയിരിക്കും. സോ നമുക്ക് ഫെറസ് സൾഫേറ്റ് എടുക്കാം. ഫെറസ് സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? FeSO4 ആണ് ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. ഈ ഫെറസ് സൾഫേറ്റ് സോൾട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ എന്തായിരിക്കും? പെയിൽ ഗ്രീൻ കളറായിരിക്കും അല്ലേ, പെയിൽ ഗ്രീൻ ആയിരിക്കും. Fe2+ എന്ന് പറയുന്നത് ഒരു പെയിൽ ഗ്രീൻ കളർ കാറ്റയോൺ ആണ്. SO4 2- എന്ന് പറയുമ്പോൾ അത് കളർലെസ് ആയിട്ടുള്ള ആനയോൺ ആണ്. കമ്പൈൻ ചെയ്തിട്ട് സോൾട്ട് ഫോം ചെയ്യുമ്പോൾ അത് പെയിൽ ഗ്രീൻ കളർ സോൾട്ട് ആയിരിക്കും. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് NaOH ആഡ് ചെയ്യാം. അങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടും? FeOH2 ഫെറസ് ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ, FeOH2 പ്ലസ് Na2SO4 ഇതായിരിക്കും നമുക്ക് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഈ കിട്ടിയ FeOH2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും നമുക്ക് ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് തരുന്നത്, ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ്. അപ്പം ഈ ഫെറസ് Fe2+ൻ്റെ ഹൈഡ്രോക്സൈഡ് അവിടെ ഫോം ചെയ്യും. ആ ഹൈഡ്രോക്സൈഡ് ആണ് നമുക്ക് എന്ത് തരുന്നത്? ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് അവിടെ തരുന്നത്. ഇങ്ങനെ ആയിരിക്കും ഫെറസ് സോൾട്ടുകൾ NaOH റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഫെറസിൻ്റെ ഏതെങ്കിലും ഒരു സോളിബിൾ സോൾട്ട് എടുത്തു, അതിനകത്തോട്ട് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് തന്നിരുന്ന സോൾട്ടിൽ Fe2+ എന്ന് പറയുന്ന കാറ്റയോൺ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് Fe3+ൻ്റെ സോൾട്ട് എടുക്കാം. Fe3+ എന്ന് പറയുമ്പോൾ ഫെറിക് അയോൺസ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സോളിബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓൾ നൈട്രൈറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് ആർ സോലിബിൾ നമ്മൾ പറഞ്ഞു. ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയഡൈഡ്സ് സോലിബിൾ ആണ്, സൾഫേറ്റ് സോലിബിൾ ആണ്. സോ ഇതിനകത്ത് Fe3+ന് എക്സെപ്ഷണൽ കേസസ് ഒന്നും ഇല്ല. സോ നമുക്ക് ഫെറിക് ക്ലോറൈഡ് എടുക്കാം. ഓക്കെ, ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുമ്പം FeCl3. ഈ FeCl3 എന്ന് പറയുന്ന സോൾട്ട് എടുത്തു, വാട്ടറിൽ ഡിസോൾവ് ചെയ്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? നമുക്ക് FeOH3, അതായത് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, പ്ലസ് എന്തും ഫോം ചെയ്യും? NaCl ഫോം ചെയ്യും. അപ്പം FeCl3 പ്ലസ് 3 NaOH ഗീവ്സ് FeOH3 പ്ലസ് 3 NaCl. ആയിരിക്കും ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് ഫോം ചെയ്തു? ഫെറിക് സോൾട്ടിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ, FeOH3 ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തു. അപ്പം ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്തായിട്ടായിരിക്കും ആ സൊല്യൂഷനിൽ കിടക്കുന്നത്? അത് ഇൻസോലിബിൾ ആയിരിക്കും. അതൊരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും ആ സൊല്യൂഷനിൽ കിടക്കുന്നത്. അപ്പം എന്താണ് ഇവിടെ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വന്നത്? ഫെറിക്കിൻ്റെ ഹൈഡ്രോക്സൈഡാണ്. FeOH3 ഫെറിക് ഹൈഡ്രോക്സൈഡ് കാരണമാണ് ആ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പം ഒരു Fe3+ കണ്ടെയ്നിങ് ഏതെങ്കിലും ഒരു സോൾട്ട് എടുത്തു, നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തോട്ട് NaOH ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്? റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്. ഇനി FeCl3 എന്ന് പറയുമ്പോൾ യെല്ലോയിഷ് ബ്രൗൺ കളറായിരിക്കും. മോസ്റ്റ്ലി ഫെറിക് സോൾട്ടൊക്കെ എങ്ങനെയായിരിക്കും? ഫെറിക് സോൾട്ട് എന്ന് പറയുന്നത് യെല്ലോയിഷ് ബ്രൗൺ കളറായിരിക്കും കാണിക്കുന്നത്. ആ യെല്ലോയിഷ് ബ്രൗൺ സോൾട്ടിലോട്ട് NaOH ആഡ് ചെയ്യുന്നു. NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. കാരണം എന്താണ്? FeCl3 NaOH ആയിട്ട് റിയാക്ട് ചെയ്ത് FeOH3 ഫോം ചെയ്തിട്ടുണ്ട്, അവിടെ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ് എന്തായിട്ട് മാറുന്നത്? റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം അടുത്തത് നമുക്ക് Cu2+ എടുക്കാം. Cu2+ൻ്റെ ഏതെങ്കിലും വാട്ടർ സോല്യൂബിൾ സോൾട്ട് എടുക്കാം. അപ്പോൾ Cu2+ൻ്റെ സോളിബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? വാട്ടർ സോളിബിൾ സോൾട്ട് മെയിൻലി നൈട്രൈറ്റ്സ്, ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയഡൈഡ്സ്, സൾഫേറ്റ്സ് ഇതൊക്കെ ആയിരിക്കും വാട്ടർ സോളിബിൾ ആയിട്ടുള്ള സോൾട്ട് എന്ന് പറയുന്നത്. കോപ്പറിൻ്റെ കേസിൽ എക്സെപ്ഷൻസ് ഒന്നും ഇല്ല. സോ നമുക്ക് കോപ്പറിൻ്റെ സൾഫേറ്റ് എടുക്കാം. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? CuSO4 അല്ലേ, CuSO4. ഇതിന് ഏത് കളറായിരിക്കും? ബ്ലൂ കളറായിരിക്കും. കാരണം Cu2+ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളേർഡ് കാറ്റയോൺ ആണ്. SO4 2- എന്ന് പറയുന്നത് കളർലെസ് ആണ്. അപ്പോൾ ആ നമ്മൾ ഈ സോൾട്ട് ഫോം ചെയ്യുമ്പോൾ ബ്ലൂ കളർ സോൾട്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ CuSO4 കോപ്പർ സൾഫേറ്റിനകത്തോട്ട് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് NaOH ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫോം ചെയ്യും?
കോപ്പർ സൾഫേറ്റ് NaOH റിയാക്ട് ചെയ്തിട്ട് കോപ്പർ ഹൈഡ്രോക്സൈഡ് CuOH ട്വൈസ് കിട്ടും നമുക്ക്. ഓക്കെ, CuOH ട്വൈസും നമുക്ക് Na2SO4 കിട്ടും, സോഡിയം സൾഫേറ്റും കിട്ടും. Na2SO4 CuSO4 പ്ലസ് 2NaOH ഗീവ് CuOH ട്വൈസ് പ്ലസ് Na2SO4. ഇങ്ങനെയായിരിക്കും ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ കോപ്പറിൻ്റെ ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഈ കോപ്പറിൻ്റെ ഹൈഡ്രോക്സൈഡ് എന്ത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്? പെയിൽ ബ്ലൂ കളർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടായിരിക്കും ഇവിടെ ഈ സൊല്യൂഷനിൽ കിടക്കുന്നു. ഓക്കെ, പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ നമ്മൾ കോപ്പർ 2+ സോൾട്ടിനകത്തോട്ട്, സോളിബിൾ സോൾട്ടിനകത്തോട്ട് NaOH ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ എന്ത് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്? കോപ്പർ ഹൈഡ്രോക്സൈഡ്, കോപ്പറിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് അവിടെ കിട്ടുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു അൺനോൺ ഒരു സോൾട്ട് തന്നു, അതിനകത്തോട്ട് NaOH നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് തന്നിരുന്ന സോൾട്ടിനകത്ത് കോപ്പർ 2+ Cu2+ കാറ്റയോൺ പ്രസൻറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തത് പഠിച്ചത് എന്തായിരുന്നു? സിങ്ക് ആയിരുന്നു അല്ലേ? Zn2+ കാറ്റയോൺ വരുന്നതാണ്. അപ്പം സിങ്ക് 2+ വന്നപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? സിങ്ക് 2+ കാറ്റയോൺ പ്രസൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോളിബിൾ സോൾട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? ഒരു ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ആ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട്ട് നമ്മൾ എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു? ആ പ്രസിപ്പിറ്റേറ്റ് സോലിബിളായി പോകുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് സിങ്കിൻ്റെ ഏതെങ്കിലും ഒരു സോലിബിൾ സോൾട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് സിങ്ക് സൾഫേറ്റ് എടുക്കാം. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുമ്പം Zn2SO4 സിങ്ക് സൾഫേറ്റ്. ഈ സിങ്ക് സൾഫേറ്റിനകത്തോട്ട് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് NaOH ആഡ് ചെയ്യുക. ഓക്കെ, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? ZnOH ട്വൈസ് സിങ്ക് ഹൈഡ്രോക്സൈഡും അതേ കണക്ക് എന്തും ഫോം ചെയ്യും? Na2SO4 സോഡിയം സൾഫേറ്റും ഫോം ചെയ്യും. അപ്പം ZnSO4 പ്ലസ് 2NaOH ഗീവ്സ് ZnOH ട്വൈസ് പ്ലസ് Na2SO4. ഇവിടെ സിങ്കിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ടല്ലേ? ഈ ഫോം ചെയ്ത സിങ്ക് ഹൈഡ്രോക്സൈഡാണ് നമുക്കിവിടെ എന്തായിട്ട് കിടക്കുന്നത്? ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്കിവിടെ സൊല്യൂഷനിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിങ്കിൻ്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിങ്കിൻ്റെ ഏതെങ്കിലും ഒരു അൺനോൺ സോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ സോൾട്ടിനകത്തോട്ട് നമ്മൾ NaOH ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ തന്നിരിക്കുന്ന സാമ്പിളിനകത്ത് സിങ്ക് 2+ Zn2+ കാറ്റയോണ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ സിങ്കിൻ്റെ കേസിൽ പറഞ്ഞു, നമ്മൾ സിങ്കിന് കിട്ടിയ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അതായത് ഈ ZnOH ട്വൈസിനകത്തോട്ട് നമ്മൾ എക്സസ് ആയിട്ട് വീണ്ടും NaOH ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് സോലിബിളായി പോകും നമ്മൾ പറഞ്ഞല്ലേ? അപ്പം ഇവിടെ ZnOH ട്വൈസിനകത്തോട്ട് NaOH എക്സസ് ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് പറ്റുന്നത്? ഇവിടെ ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യും, Na2ZnO2. Na2ZnO2 ഈ കോമ്പൗണ്ടിൻ്റെ നെയിമാണ് സോഡിയം സിങ്കേറ്റ്. സോഡിയം സിങ്കേറ്റ്. ഓക്കെ, ഈ സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂ കോമ്പൗണ്ട് ഫോം ചെയ്യും. അതായത് ഈ ഉണ്ടായ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണമായിട്ടുള്ള സിങ്ക് ഹൈഡ്രോക്സൈഡ് NaOHൽ ഡിസോൾവ് ചെയ്തിട്ട് Na2ZnO2 എന്ന് പറയുന്ന സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. പ്ലസ് വാട്ടറും ഫോം ചെയ്യും, പ്ലസ് 2H2O. ZnOH ട്വൈസ് പ്ലസ് 2NaOH ഗീവ്സ് Na2ZnO2 പ്ലസ് 2H2O. അപ്പം സോഡിയം സിങ്കേറ്റും വാട്ടറും അവിടെ ഫോം ചെയ്യും. ZnOH ട്വൈസിനകത്തോട്ട് നമ്മൾ വീണ്ടും എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക് എന്ന് പറയുന്ന സിങ്ക് അയോൺസ്. ഓക്കെ, Zn2+ൻ്റെ സോളിബിൾ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ എക്സസ് ആയിട്ട് NaOH വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ആ NaOHൽ എക്സസ് NaOHൽ ഡിസോൾവ് ആയിട്ട് Na2ZnO2 സോഡിയം സിങ്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. ഓക്കെ, സോഡിയം സിങ്കേറ്റ് ഫോം ചെയ്യും മീൻസ് ആ പ്രസിപ്പിറ്റേറ്റ് അതിൽ ഡിസോൾവ് ആയിട്ട് പുതിയൊരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. അടുത്തത് നമ്മൾ പഠിച്ചത് Pb2+ സോൾട്ട് ആയിരുന്നു, ലെഡിൻ്റെ സോൾട്ടുകൾ അല്ലേ? ഈ Pb2+ൻ്റെ ഏതെങ്കിലും സോളിബിൾ സോൾട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും.
എന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്തോട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എക്സസ് NaOHൽ എന്തായി പോകും, ഡിസോൾവ് ആയി പോകും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് Pb2+ൻ്റെ ഏതെങ്കിലും ഒരു സോളിബിൾ സോൾട്ട് എടുക്കാം. സോളിബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ ഓൾ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് സോളിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൾ ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ്, അയഡൈഡ് സോളിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ എന്താണ്, ലെഡിൻ്റെ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇൻസോലിബിൾ ആണ്. അതൊരു എക്സെപ്ഷൻ ആയിട്ട് നമ്മളവിടെ പഠിച്ചതായിരുന്നു. ലെഡിൻ്റെ ക്ലോറൈഡ് ഇൻസോലിബിൾ ആണ്. അതേ കണക്ക് തന്നെ ഓൾ സൾഫേറ്റ്സ് ആർ സോലിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്തും എന്താണ്, ലെഡ് സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, ബേരിയം സൾഫേറ്റ്, ഇത്രയും സൾഫേറ്റ്സും എന്താണ്, ഇൻസോലിബിൾ ആണ്. സോ നമുക്ക് ഇതിനകത്ത് സോലിബിൾ സോൾട്ടായിട്ട് ലെഡ് നൈട്രേറ്റിനെ എടുക്കാം. ലെഡിൻ്റെ നൈട്രേറ്റ്, ലെഡ് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ PbNO3 ട്വൈസ്. ഓക്കെ, ലെഡിൻ്റെ ഒരു സോലിബിൾ സോൾട്ടാണിത്. ഇതിനകത്തോട്ട് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ലെഡ് ഹൈഡ്രോക്സൈഡ് PbOH ട്വൈസ് ലെഡ് ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യും, പ്ലസ് NaNO3 സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യും. അപ്പം PbNO3 ട്വൈസ് പ്ലസ് 2NaOH ഗീവ്സ് PbOH ട്വൈസ് പ്ലസ് 2NaNO3. ഇതായിരിക്കും നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ PbOH ട്വൈസ്, ഈ PbOH ട്വൈസ് ആണ് എന്തിന് കാരണം, നമ്മുടെ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടാൻ കാരണമാവുന്നത് നമ്മുടെ PbOH ട്വൈസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇനിഷ്യലി നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ആ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് കാരണം PbOH ട്വൈസ് ആണ്. അപ്പം എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, എക്സസ് ആയിട്ട് നമ്മൾ NaOH ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ പ്രസിപ്പിറ്റേറ്റിലോട്ട് എക്സസ് ആയിട്ട് നമ്മൾ NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പ്രസിപ്പിറ്റേറ്റ് അതിൽ ഡിസോൾവ് ആയിട്ട് പോകും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഈ PbOH ട്വൈസിൽ എക്സസ് NaOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് Na2 PbO2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പ്ലസ് വാട്ടറുമാണ് കിട്ടുന്നത്. PbOH ട്വൈസ് പ്ലസ് 2NaOH ഗീവ്സ് Na2 PbO2 പ്ലസ് 2H2O. ഇതാണ് എന്തെന്ന് പറയുന്നത്, സോഡിയം പ്ലംബേറ്റ്. സോഡിയം പ്ലംബേറ്റ്, അതായത് ലാറ്റിനിൽ നമ്മൾ ലെഡിനെ പ്ലംബം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ Pb എന്ന് പറയുന്ന സിമ്പിൾ ലെഡിന് കിട്ടിയിരിക്കുന്നത്. അതാണ് പ്ലംബേറ്റ് എന്ന്, സോഡിയം പ്ലംബേറ്റ് എന്നാണ് നമുക്ക് ഈ Na2 PbO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത്. ഈ കോമ്പൗണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടുള്ള PbOH ട്വൈസ് എക്സസ് NaOH ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സോഡിയം പ്ലംബേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം സിങ്കിൻ്റെ സോൾട്ടുകളും ലെഡിൻ്റെ സോൾട്ടുകളും എന്തായിരിക്കും, സോളിബിൾ സോൾട്ടുകളും ഫസ്റ്റ് പ്രസിപ്പിറ്റേറ്റ് തരും. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് സിങ്ക് ആണെന്നുണ്ടെങ്കിൽ ജിലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരും, ലെഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് തരും, ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തരും. ഈ രണ്ട് പ്രസിപ്പിറ്റേറ്റുകളും എക്സസ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൽ ഡിസോൾവ് ആയിട്ട് മാറും. സിങ്ക് ആണെന്നുണ്ടെങ്കിൽ സോഡിയം സിങ്കേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എക്സസ് NaOH ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്നത്. ലെഡിൻ്റെ സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും തരുന്നത്. ആ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലോട്ട് എക്സസ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് സോഡിയം പ്ലംബേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് ഡിസോൾവ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അവിടെ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയി പോയിട്ട് സോഡിയം പ്ലംബേറ്റ് Na2 PbO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പം ഇത്രയുമാണ് NaOH ഡിഫറെൻറ്റ് കാറ്റയോൺസ് പ്രസൻ്റ് ആയിട്ടുള്ള സോൾട്ടുകളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കാൽഷ്യത്തിൻ്റെ സോൾട്ട് Ca2+ൻ്റെ സോൾട്ടാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലോട്ട് നമ്മൾ എക്സസ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് സ്പാരിംഗ്ലി സോലിബിൾ ആയിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് സോലിബിളായി പോവില്ല, സ്ലൈറ്റ്ലി സോലിബിൾ ആയിരിക്കും. ഇതാണ് സ്പാരിംഗ്ലി സോലിബിൾ എന്ന് പറയുന്നത്. Fe2+, Fe3+, Cu2+, ഇത്രയും സോൾട്ടുകൾ നമ്മൾ സോലിബിൾ സോൾട്ട് എടുത്താൽ ഫസ്റ്റ് നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. Fe2+ ആണെങ്കിൽ ഡേർട്ടി ഗ്രീൻ പ്രസിപ്പിറ്റേറ്റ്, Fe3+ ആണെന്നുണ്ടെങ്കിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്, Cu2+ ആണെന്നുണ്ടെങ്കിൽ പെയിൽ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഈ മൂന്ന് പ്രസിപ്പിറ്റേറ്റുകളും അതിനകത്തോട്ടും എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല, സോലിബിൾ ആയി പോകത്തില്ല. പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ തന്നെ നിൽക്കും, അവിടെ വേറെ റിയാക്ഷൻസ് ഒന്നും നടക്കത്തില്ല. ഇനി സിങ്ക് 2+ൻ്റെ സോലിബിൾ സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യലി ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതിനകത്തോട്ട് എക്സസ് ആയിട്ട് NaOH ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആയി പോകും. അതിൻ്റെ കാരണം അത് അവിടെ പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്തു, Na2ZnO2 എന്ന് പറയുന്ന പുതിയൊരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്തു. എക്സസ് NaOHനകത്ത്
നമ്മുടെ സിങ്ക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ജെലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് തന്ന സിങ്ക് ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ആയി പോയിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടി, Na2SiO2 എന്ന് പറയുന്ന പുതിയ കോമ്പൗണ്ട് അവിടെ കിട്ടും. ഇനി ലെഡിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് എന്താ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരു ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പിന്നെ ആ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റിനകത്തോട് നമ്മൾ എക്സസ് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, ആ ചോക്കി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എക്സസ് NaOH ഡിസോൾവ് ചെയ്തിട്ട് Na2PbO2 സോഡിയം പ്ലംബേറ്റ് എന്ന് പറയുന്ന പുതിയ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യും. ഇനി നമുക്ക് അമോണിയം സോൾട്ടുകളിലോട്ട്, അതായത് അമോണിയം NH4+ കാറ്റയോൺസ് വരുന്ന സോൾട്ടുകളിലോട്ട് NaOH ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം ഈ അമോണിയത്തിൻ്റെ സോൾട്ടുകളിലോട്ട്, അമോണിയം NH4+ കാറ്റയോൺസ് വരുന്ന സോൾട്ടുകളിലോട്ട് ഏതെങ്കിലും ഒരു വാട്ടർ സോല്യൂബിൾ ബേസ് ആഡ് ചെയ്താലും അവിടെ എന്ത് സംഭവിക്കും, അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അമോണിയ ഗ്യാസ് NH3 അമോണിയ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ആവും. അമോണിയത്തിൻ്റെ ഒരു സോൾട്ട് എടുക്കാം, NH4Cl അമോണിയം ക്ലോറൈഡ്. ഈ അമോണിയം ക്ലോറൈഡിലോട്ട് നമ്മൾ NaOH ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് NaCl സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യും, പ്ലസ് എന്താണ് അമോണിയ ഗ്യാസ് ഫോം ചെയ്യും, പ്ലസ് വാട്ടറും ഫോം ചെയ്യും. ഓക്കെ, ഏതൊരു അമോണിയം സോൾട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ആൽക്കലിയുമായിട്ട് അല്ലെങ്കിൽ ഒരു NaOH അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സോല്യൂബിൾ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അമോണിയ ഗ്യാസ് ഇവോൾവ് ആവും. NH4Cl പ്ലസ് NaOH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NaCl സോഡിയം ക്ലോറൈഡ് പ്ലസ് അമോണിയ പ്ലസ് വാട്ടർ കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം, NH4 അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റുമായിട്ട് നമുക്ക് ഇതേ കണക്ക് NaOH റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തോ കിട്ടും, Na2SO4 സോഡിയം സൾഫേറ്റ് പ്ലസ് 2NH3 പ്ലസ് 2H2 അമോണിയയും വാട്ടറും കിട്ടും. ഓക്കെ, ഇനി അതേ കണക്ക് വേറൊരു സോൾട്ട് നോക്കാം, NH4NO3 അമോണിയം നൈട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും NaOH റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, NaOH റിയാക്ട് ചെയ്യുമ്പം NaNO3 എന്ന് പറഞ്ഞ ഒരു സോൾട്ട് കിട്ടും. അതേ കണക്ക് തന്നെ അമോണിയ ഗ്യാസ് ഇവോൾവ് ആവും, വാട്ടറും കിട്ടും. അപ്പം ഇവിടെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ NaOH അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സോല്യൂബിൾ ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും അമോണിയം സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ അമോണിയ ഗ്യാസ് ഇവോൾവ് ആവും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NaOH എന്ന് പറയുന്ന റിയേജൻറ്റ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കാറ്റയോൺസിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പഠിച്ച്, അതേ കണക്ക് തന്നെ NaOH അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാട്ടർ സോല്യൂബിൾ ബേസ് അമോണിയം സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്താൽ അമോണിയ ഗ്യാസ് പ്രൊഡ്യൂസ് ആവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അടുത്ത റിയേജൻ്റ് ആയിട്ടുള്ള NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിഫറെൻറ്റ് കാറ്റയോൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്